ഹലോ കൂട്ടുകാരെ, അപ്പോൾ ടോംസ് FSO യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വെറ്റിനറി സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിന്റെ സെക്ഷനിൽ കുറച്ച് ടോപ്പിക്കുകളാണ്. മീറ്റിന് വരുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ മീറ്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന ടേം ഡ്രസ്സിങ്. അപ്പോൾ ഡ്രസ്സിങ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? നമ്മളെല്ലാം ഇട്ടേക്കുന്ന ഡ്രസ്സാണ്. ഡ്രസ്സിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോഴിയുടെ കേസ് എടുക്കുവാണെങ്കിൽ കോഴിയെ നമ്മൾ കോഴിക്കടയിൽ പോയിട്ട് അറുത്ത് കീറി വാങ്ങിച്ച് തൊലിയൊക്കെ ഊരിക്കളഞ്ഞ്, അതാണ് ഈ ഡ്രസ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസീവ് സെപ്പറേഷൻ ഓഫ് ബോഡി ഓഫ് ആൻ അനിമൽ ഇൻ എ കർക്കാസ് ആൻഡ് ആൻ ഓഫൽ. ഈ കർക്കാസ് ആണ് എഡിബിൾ പാർട്ട്, ഓക്കെ. ഇൻഎഡിബിൾ പാർട്ടാണ് ഓഫൽ. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി പറയുന്ന കർക്കാസ് എന്താണ്? കർക്കാസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്ഡ് ബോഡി ഓഫ് എ സ്ലോട്ടേർഡ് അനിമൽ ആഫ്റ്റർ റിമൂവൽ ഓഫ് ബ്ലഡ്, സ്കിൻ അല്ലെങ്കിൽ ഹൈഡ്. പിഗിന്റെ കേസിൽ പിഗിന്റെ സ്കിന്ന്, ഇതിന് പറയുന്ന പേരാണ് കർക്കാസ്. നിങ്ങൾക്ക് എങ്ങനെ ആലോചിക്കാൻ പറ്റും? നമുക്ക് കിട്ടിയ ഇപ്പൊ കോഴി എടുത്തിട്ട് കോഴിയുടെ തൂവലെല്ലാം വലിച്ചു കഴിഞ്ഞ് ആ കോഴിയുടെ ഫ്രഷ് പോർഷൻ കിട്ടില്ലേ, ആ ഇറച്ചി, അതാണ് കർക്കാസ്. അതെങ്ങനെ കർക്കാസ് എന്നുള്ള ആ ടേം കിട്ടും നിങ്ങൾക്ക്? വളരെ സിമ്പിളാ. നിങ്ങൾ ഒരു സാധാ കോഴിയെ എടുക്കരുത്, നാടൻ കോഴി എടുക്കുക. നാടൻ കോഴിയുമായിട്ട് ഇങ്ങനെ സർക്കസ് ചെയ്ത് അതാണ് കർക്കാസ്. എന്നിട്ടല്ലേ കിട്ടുന്നത്. അപ്പൊ കർക്കാസ് കിട്ടിയോ? ഇനി ഓഫൽ. ഓഫൽ എന്ന് പറഞ്ഞാൽ ഇൻഎഡിബിൾ പാർട്ടാന്ന് ഞാൻ പറഞ്ഞു. ഓഫൽ എന്ന് പറഞ്ഞാൽ ഓൾ പാർട്ട് ഓഫ് സ്ലോട്ടേർഡ് അനിമൽസ് അതർ ദാൻ കർക്കാസിന് പറയുന്ന പേരാണ് എന്ത്? ഓഫൽ. എങ്ങനെ ഓഫൽ എന്നുള്ള വാക്ക് കിട്ടും? വളരെ സിമ്പിൾ. നിങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ മാറ്റി വെച്ചേക്കുക. വലിയ കാര്യത്തിൽ നമ്മുടെ സ്നേഹ പോയിട്ട് ഓഫായി പോയി, സ്നേഹം ഓഫായി, അപ്പൊ അതാണ് ഓഫൽ. നിങ്ങൾ മണപ്പിച്ചു കഴിഞ്ഞാൽ ഓഫായി പോകും. ഓഫൽ കിട്ടി. ഇനി പറയുന്നത് ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ വെറൈറ്റി മീറ്റ്. ഓർഗൻ മീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ എഡിബിൾ ഓർഗൻസ് ഓഫ് ദ സ്ലോട്ടേർഡ് ഫുഡ് അനിമൽസ്. അതായത് അതിൻ്റെ അകത്ത് ഡയഫ്രം വരും, ഹാർട്ട് വരും. ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. മൃഗത്തിന്റെ ഹാർട്ടും ഡയഫ്രം ഒക്കെ വരുന്നുണ്ട്. പിന്നെ സൂണോസിസ്. എന്താ പറഞ്ഞേക്കുന്ന? സൂണോസിസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് പണ്ട് കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് സൂയി പോയ ഓർമ്മയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പൊ സൂണോസിസ് എന്ന് വെച്ചാല് അനിമൽസിൽ നിന്ന് മനുഷ്യനിലേക്ക് അസുഖം വരുന്നു. ട്രാൻസ്ഫർ ഓഫ് ഡിസീസസ് ഫ്രം അനിമൽസ് ടു ഹ്യൂമൻസ്, അതാണ് സൂണോസിസ്. അതിന്റെ എക്സാമ്പിൾ ആണ് TB, ആന്ത്രാക്സ്, റാബിസ് ആൻഡ് ക്യൂ ഫീവർ. അപ്പോ വിച്ച് among the following is not a disease caused by അല്ലെങ്കിൽ അനിമൽ എന്നോ അങ്ങനെ, അല്ലെങ്കിൽ സൂണോസിസ് ആയിട്ട് പറയാത്ത ഡിസീസ് ഏത്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സൂണോസിസിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? TB. അപ്പോ ഇതെങ്ങനെ ആലോചിക്കുന്നു വെച്ചാൽ സിമ്പിളാണ്. നേരത്തെ ഞാൻ സൂയിന്റെ കഥ പറഞ്ഞില്ലേ? നിങ്ങൾ വലിയ കാര്യത്തിൽ സൂയി പോയപ്പോ നിങ്ങൾ അവിടെ ഒരു ക്ഷയം പിടിച്ച ഒരു ആന്ധ്രാക്കാരനെ കണ്ടു. ആ ക്ഷയം പിടിച്ച ആന്ധ്രാക്കാരനെ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ വലിയ കാര്യത്തിൽ അയ്യോ ദേ ആന്ധ്രക്കാരെ ഇരിക്കുന്നു ഇങ്ങനെ നോക്കുക. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാലി വന്നൊരു പട്ടി അങ്ങ് കടിക്കും. പട്ടി കടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പേടിച്ച് അയ്യോ ഭയങ്കര പനിയായി. അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആദ്യം ഒരു ആന്ധ്രാക്കാരനെ കണ്ടു, ആന്ത്രാക്സ്. നിങ്ങൾക്ക് ക്ഷയം പിടിച്ചൊരു ആന്ധ്രാക്കാരനെ കണ്ടു, TB. പിന്നെ അത് നിങ്ങളിങ്ങനെ നോക്കി നിന്നപ്പോൾ പട്ടി കടിച്ച എന്താണ്? റാബിസ്. അപ്പം നിങ്ങൾക്ക് പനി വന്നത് നിങ്ങൾക്ക് അറിയത്തില്ല എന്താ, അതാണ് ക്യൂ ഫീവർ. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടില്ലേ നമുക്കൊന്നും അറിയില്ലെങ്കിൽ? അപ്പൊ ക്യൂ ഫീവർ കിട്ടിയോ? ക്യൂ ഫീവർ കിട്ടി. ഇത്രയുമാണ് സൂണോസിസ്. സൂണോസിസിൽ തന്നെ നിങ്ങൾക്ക് എന്നുള്ള വാക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ഡിസീസസ് എല്ലാം സൂണോസിസിൽ വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പറയുന്നത് അടുത്തത്
മീറ്റ് ബോൺ ഡിസീസ്. മീറ്റ് ബോൺ ഡിസീസസ് ഏതൊക്കെയാണ്? മീറ്റ് ബോൺ ഡിസീസ്. മീറ്റ് ബോൺ ഡിസീസസ് ഏതൊക്കെയാണ്? മീറ്റ് ബോൺ ഡിസീസസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആദ്യം പറയുന്നത് ടീനിയാസിസ്. TAENIASIS. ടീനിയാസിസ് കോസ് ചെയ്യുന്നത് പോർക്ക് അല്ലെങ്കിൽ പിഗ്, പിന്നെ കോസ് ചെയ്യുന്നത് ബീഫ്. ഓക്കെ, ഈ രണ്ട് സാധനങ്ങള് ബീഫ് അല്ലെങ്കിൽ പോർക്കാണ് ടീനിയാസിസ് എന്ന് പറയുന്ന അസുഖം പരത്തുന്നത്. ഇനി ട്രിക്കിനോസിസ് എന്ന് പറയുന്നുണ്ട്. ട്രിക്കിനോസിസ് എന്ന് പറയുന്നത് വരുന്നത് ഈ പറയുന്ന ഏതിനൊക്കെയാണ്? പിഗ് ആണ് ട്രിക്കിനോസിസ് എന്ന് പറയുന്നത് പരത്തുന്നത്. നേരത്തെ പറഞ്ഞത് പിഗും അല്ല പോർക്കും, അത് എല്ലാം ഒന്ന് തന്നെ, പോർക്ക് ബീഫ്. പിന്നെ പറയുന്നത് എന്ന് പറയുന്നത് BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, BSE. പിന്നെ TB പറയുന്നുണ്ട്. ഇത് ഇത്രയുമാണ് മീറ്റ് ബോൺ ഡിസീസസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടീനിയാസിസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ടീനിയാസിസ് എന്ന് പറയുന്നത് പോർക്കും ബീഫും ആണെന്ന് വളരെ സിമ്പിളാണ്. നിങ്ങൾ ടീന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചനെ ആലോചിക്കുക. നമ്മൾ ടീനയെ വീട്ടിൽ വിളിക്കുന്നത് മോളെ ടീന ഇങ്ങോട്ട് വരുമോ, അങ്ങനെ ആയിരിക്കും. ആദ്യം അമ്മ അങ്ങനെ വിളിക്കും. രണ്ടാമത് വിളിക്കും മോളെ ടീന വരൂ. അപ്പം അമ്മ രണ്ടാമത് വിളിയിലും ടീന വരത്തില്ല. മൂന്നാമത് വിളിക്കും, എടാ പന്നീൻ്റെ മോളെ ടീന, പോത്തിൻ്റെ മോളെ ടീന. ആ പന്നിയും പോത്തുമാണ് പോർക്കും ബീഫും. അപ്പോൾ ടീനിയാസിസ് കിട്ടും. ഇനി അടുത്ത പറയുന്നത് ട്രിക്കിനോസിസ്. നിങ്ങളെ സംബന്ധിച്ച് ട്രിക്കുകൾ പഠിപ്പിക്കുന്നത് ആരാ? ഞാൻ. എന്നെ തന്നെ നിങ്ങൾ പന്നീൻ്റെ മോനേത് വിളിച്ചു. സന്തോഷമായില്ല എല്ലാവർക്കും? അപ്പോൾ പന്നിയുടെ മോനല്ല, പന്നി എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രിക്നോസിസ് ആലോചിക്കേണ്ടത്. ഇനി അടുത്ത BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. എൻസെഫലോപ്പതി എന്നുള്ള ഈ ടേം നിങ്ങൾ മറക്കല്ല. BSE ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ BSE ഈസ് എ മീറ്റ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കാം. BSE ഒരു ഇൻഫെക്ഷൻ അല്ല, ഡിസീസ് ആണ്. അതുപോലെ BSEയുടെ വേറെ പേരാണ് മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ പ്രാന്തിപ്പശു അസുഖം. മാഡ് കൗ ഡിസീസ്. അതിൻ്റെ വേറെ പേരാണ് ക്രൂസ്ഫെൽറ്റ് ജേക്കബ്സ് ഡിസീസ്. 3 പേര് അറിയപ്പെടും BSE. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്, അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്ത പറയുന്നത് മീറ്റ് ബോൺ ഇൻഫെക്ഷനുകൾ. ഏതൊക്കെയാണ് മീറ്റ് ബോൺ ഇൻഫെക്ഷനുകൾ? അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മീറ്റ് ബോൺ ഇൻഫെക്ഷൻസ്. ഓക്കെ, ഈ മീറ്റ് ബോൺ ഇൻഫെക്ഷനിൽ ആദ്യം വരുന്നത് ഈ കൊളൈ. രണ്ടാമത് വരുന്നത് സാൽമോണല്ല. മൂന്നാമത് വരുന്നത് എന്താണ്? ബ്രൂസെല്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മീറ്റ് ബോൺ ഇൻഫെക്ഷൻ, മീറ്റ് എന്ന് വെച്ചാൽ ഇറച്ചിയായിട്ടുള്ള മൽപ്പിൽത്തം, ടിഷ്കു എന്ന ഇടിയൊക്കെ കൊടുക്കുന്ന ആരാ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഇടിയൊക്കെ കൂടുന്ന ബ്രൂസിലി ആലോചിക്കുക. ബ്രൂസിലി അടി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? എപ്പോഴും ഒരു കോളനി ചെന്നിട്ടല്ലേ. എന്താ കോളനി? എസ്റ്ററേഷ്യ കൊളൈ. ഇനി ബ്രൂസിലി അടി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കും. ബ്രൂസിലി കഴിക്കുന്ന മീനാണ് സാൽമൺ ഫിഷാന്ന് ആലോചിച്ച സാൽമോണല്ല കിട്ടും. ബ്രൂസിലി കിട്ടിക്കഴിഞ്ഞാൽ ബ്രൂസെല്ല കിട്ടും. അപ്പം ഈ പറയുന്ന 3 എസ്റ്ററേഷ്യ കൊളൈ, ബ്രൂസെല്ല ആൻഡ് സാൽമോണല്ല ആർ മീറ്റ് ബോൺ ഇൻഫെക്ഷൻസ്. ഈ പറയുന്നതാണ് മീറ്റ് ബോൺ ഇൻഫെക്ഷനുകൾ. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്ത പറയുന്നത് മീറ്റ് സ്പീഷ്യസ് ഐഡന്റിഫിക്കേഷൻ. ഒരു മീറ്റിന്റെ സ്പീഷ്യസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം?
ആദ്യം നമ്മൾ അനാട്ടമിക്കൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. അനാട്ടമിക്കൽ. രണ്ടാമത് എന്ത് ചെയ്യും? ആദ്യം അനാട്ടമി കഴിഞ്ഞ് രണ്ടാമത് കെമിക്കൽ. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത് ഇമ്മ്യൂണോളജിക്കൽ. ഇനി നാലാമത് പറയുന്നത് എന്താണ്? DNA ബേസ്ഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ പിള്ളേരെ? DNA ബേസ്ഡ്, ഇമ്മ്യൂണോളജിക്കൽ, കെമിക്കൽ, അനാട്ടമിക്കൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണുമ്പോൾ ആദ്യം അവന്റെ അനാട്ടമി നോക്കും. ആ അനാട്ടമിയിൽ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? അവന്റെ ഓസ്റ്റിയോളജി, എല്ലിനൊക്കെ ബലമുണ്ടോ, എന്നെ പോറ്റാൻ കഴിവുണ്ടോ, ഓസ്റ്റിയോളജി നോക്കി. പിന്നെ നോക്കുന്ന ഹിസ്റ്റോളജി നോക്കും. തൊലി എങ്ങനെയുണ്ട്, നല്ല കളറുണ്ടോ അല്ലെങ്കിൽ നല്ല കളർ ഇല്ലേ, ഇതൊക്കെ നോക്കും ചില ആളുകൾ. അപ്പോൾ ഹിസ്റ്റോളജി കിട്ടി, ഓസ്റ്റിയോളജി കിട്ടി. അപ്പൊ അനാട്ടമിക്കല് നിങ്ങൾ പാസ്സായി. ഇനി കെമിക്കലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കെമിക്കലിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫാറ്റ്, പിന്നെ ഹിസ്റ്റഡീൻ, പിന്നെന്താ നോക്കുന്നത്? ഫാറ്റ് ഉണ്ട്, ഹിസ്റ്റഡീൻ ഉണ്ട്, ഡൈപെപ്റ്റൈഡ് ഉണ്ട്. ഈ 3 സാധനങ്ങളാണ് ഓർക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, നിങ്ങൾ തടിയുള്ള ഒരാളെ സ്നേഹിച്ചെന്ന് വെച്ചോ, അപ്പൊ തടിയുള്ള ആളല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ ആസിഡ് ഒഴിക്കും. അപ്പൊ ഫാറ്റ് കിട്ടി, കെമിക്കലാന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ആരെയാ പ്രണയിച്ചത്? അവനെയല്ലേ പ്രണയിച്ചത്? അപ്പൊ ഹിസ്റ്റഡീൻ കിട്ടിയേ. പിന്നെ പറയുന്ന ഡൈപെപ്റ്റൈഡ്, 2 കർണത്തൊന്ന് കൊടുക്കണം പൊട്ടിച്ച്, അങ്ങനെ കാണിച്ച തടിയുള്ളവരെ സ്നേഹിക്കത്തില്ല. ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? അപ്പൊ ഡൈപെപ്റ്റൈഡ് കിട്ടിയല്ലോ. അപ്പൊ ഫാറ്റ്, ഹിസ്റ്റഡീൻ, ഡൈപെപ്റ്റൈഡ്. ഇനി പറയുന്ന ഇമ്മ്യൂണോളജി, നിങ്ങളുടെ ഹോർമോൺസ് മേലോട്ട് പോകുന്നത് ഫസ്റ്റ് അകിഡ്, AGID അങ്ങനെയാണ് പറയുന്നത്. ആ അകിഡ് അല്ല, ഇത് വേറെ അകിഡ്. AGID ഉണ്ട്. അതുപോലെ എലീസ, 2 കേസ് എലീസയും വരുന്നുണ്ട്. അപ്പൊ രണ്ടും ഇമ്മ്യൂണോളജിക്കൽ ആയിട്ട് വരുന്നതാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാല് DNA ബേസ്ഡിൽ വരുന്നതാണ് PCR-ഉം PCR-RFP. PCR-RFP ആണോ? PCR-RFP ആണോ? അല്ല, RFLP. ഓക്കെ, ക്ലിയർ ആണോ പിള്ളേരെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മീറ്റ് സ്പീഷ്യസ് ഐഡന്റിഫിക്കേഷനിലുള്ളത്. ആദ്യം പറഞ്ഞത് അനാട്ടമി, 2 കെമിക്കൽ, 3 ഇമ്മ്യൂണോളജിക്കൽ, 4 DNA ബേസ്ഡ്. ഇത്രയും രീതിയിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ റിസർച്ച് സെന്റർ ഓഫ് മീറ്റിന്റെ നാഷണൽ റിസർച്ച് സെന്റർ എവിടെയാണ്? മീറ്റിൻ്റെത് നിങ്ങൾ ഇറച്ചി എന്നല്ലേ പഠിച്ചത്? മീറ്റിന്റെ ആണോ ഞാൻ ചോദിച്ചത്? മീറ്റ് എന്ന് ആലോചിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇറച്ചിയിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? ഹൈദരാബാദ് ബിരിയാണി അല്ലേ? അപ്പൊ ഹൈദരാബാദ് കിട്ടിയോ? നാഷണൽ റിസർച്ച് ഓഫ് മീറ്റ് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് ബിരിയാണി ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ റിസർച്ച് മീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും. രണ്ടാമത് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫലോസ് എടുത്തു കഴിഞ്ഞാൽ ബഫലോസിന്റെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ബഫലോന്റെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണുള്ളത്? ഹിസാർ, HISAR. എങ്ങനെ ഹിസാർ എന്ന് കിട്ടും? നിങ്ങൾ ഏതെങ്കിലും ബഫലോയെ, പെൺ ബഫലോയെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആൺ ബഫലോയിലെ കണ്ടിട്ടുണ്ടോ? ആ ഹിസ്സാണ് ഹിസാർ. ഹിസ് എന്ന് പറയുന്നത് ആണുങ്ങൾക്കല്ലേ, അപ്പോ ഹിസാർ കിട്ടുവേ. അപ്പൊ ബഫലോയുടെ കേസും ക്ലിയർ ആയി. ഇനി നിങ്ങൾ പറയുന്നത് എന്താണ്? അടുത്ത നിങ്ങൾ പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഓഫ് ഗോട്ടിൻ്റെത് മഖ്ദൂമിലാണ്. ധൂം എന്ന് പറയുന്ന സിനിമയല്ല കേട്ടോ, അത് ആലോചിക്കല്ലേ. മഖ്ദൂമിലാണ്. ഓക്കെ, മഖ്ദൂമിലാണ്. അപ്പൊ ഈ മഖ്ദൂം എന്നുള്ള വാക്ക് എങ്ങനെ കിട്ടും? ഗോട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഏത് മുസ്ലിം കല്യാണത്തിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആട്ടിന്റെ ഇറച്ചി കിട്ടും. ആട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടിറച്ചി. നമുക്ക് ഇഷ്ടമല്ല, നല്ല നമുക്കും ഇഷ്ടമാണ്. നമ്മൾ അതുകൊണ്ട് അവരുടെ കല്യാണത്തിനൊക്കെ പോകും. ആട്ടിന് നല്ല ആട്ട് ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കും. അതുപോലെ അവർക്ക് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മക്ക. ആ മക്ക അവർ അത്രയും സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ മക്ക ആലോചിച്ചു കഴിഞ്ഞാൽ
മഖ്ദൂം കിട്ടും. ആട് ആലോചിച്ച ആടിന്റെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഖ്ദൂം എന്ന് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വെറ്റിനറി സയൻസിന്റെ വീഡിയോ ബാക്കിയുള്ള ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്നെ കോൾ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.